നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ പൊതുവിതരണ വകുപ്പിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ ഭക്ഷ്യഭദ്രത. കേരളത്തിലെ പൊതുവിതരണ വകുപ്പിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ ഭക്ഷ്യഭദ്രത. ഭക്ഷ്യധാന്യങ്ങൾക്ക് താങ്ങുവില ശുപാർശ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ഭക്ഷ്യധാന്യങ്ങൾക്ക് താങ്ങുവില ശുപാർശ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളം ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് മാറിയ വർഷം 1997. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളം ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് TPDS മാറിയ വർഷം 1997. റേഷൻ കാർഡ് ലഭിക്കാൻ സമീപിക്കേണ്ട ഓഫീസാണ് സപ്ലൈ ഓഫീസ്. റേഷൻ കാർഡ് ലഭിക്കാൻ സമീപിക്കേണ്ട ഓഫീസ് സപ്ലൈ ഓഫീസ്. പിങ്ക് കാർഡുകാർക്ക് പ്രതിമാസം എത്ര കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്? 5 കിലോഗ്രാം. പിങ്ക് കാർഡുകാർക്ക് പ്രതിമാസം 5 കിലോഗ്രാം ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം 10. റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം 10. മാവേലി സ്റ്റോറുകളുടെ ഉപജ്ഞാതാവായ മന്ത്രിയാണ് E. ചന്ദ്രശേഖരൻ നായർ. മാവേലി സ്റ്റോറുകളുടെ ഉപജ്ഞാതാവായ മന്ത്രി E. ചന്ദ്രശേഖരൻ നായർ. അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ സാമ്പത്തികമായി ഏറ്റവും പിന്നാക്ക വിഭാഗമാണ് അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അവരുടെ റേഷൻ കാർഡിന്റെ നിറമാണ് മഞ്ഞ. അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞ. ഇ-പോസ് എന്ന സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്? പൊതുവിതരണം. ഇ-പോസ് എന്ന സോഫ്റ്റ്വെയർ പൊതുവിതരണത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ റേഷൻ കാർഡുകളുടെ നിറം മഞ്ഞ, പിങ്ക്, നീല, വെളുപ്പ്. കേരളത്തിലെ റേഷൻ കാർഡുകളുടെ നിറം മഞ്ഞ, പിങ്ക്, നീല, വെളുപ്പ്. നോൺ പ്രയോറിറ്റി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറമാണ് വെളുപ്പ്. നോൺ പ്രയോറിറ്റി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറമാണ് വെളുപ്പ്. നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം നീല. നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം നീല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതും അന്ത്യോദയ വിഭാഗത്തിൽ പെടാത്തതുമായ വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം പിങ്ക്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതും അന്ത്യോദയ വിഭാഗത്തിൽ പെടാത്തതുമായ വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം പിങ്ക്. കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിംഗ് സംവിധാനം നിലവിൽ വന്ന വർഷം 1965 ജൂലൈ 1. കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിംഗ് സംവിധാനം നിലവിൽ വന്ന തീയതി 1965 ജൂലൈ 1. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് 2013 ജൂലൈ 5. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വന്നത് 2013 ജൂലൈ 5. ഭക്ഷ്യഭദ്രതാ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് സപ്ലൈകോ. ഭക്ഷ്യഭദ്രതാ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് സപ്ലൈകോ. വിശപ്പുരഹിത കേരളം പദ്ധതി സംസ്ഥാനത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ 2017-18 കാലയളവിൽ നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. വിശപ്പുരഹിത കേരളം പദ്ധതി സംസ്ഥാനത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ 2017-18 കാലയളവിൽ നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലാണ്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 2016 നവംബർ 1. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 2016 നവംബർ 1. കേരളത്തിൽ പുതിയ റേഷൻ കാർഡുകൾ നിലവിൽ വന്നത് 2017 ജൂൺ 1.
കേരളത്തിൽ പുതിയ റേഷൻ കാർഡുകൾ നിലവിൽ വന്ന വർഷം 2017 ജൂൺ 1. കേരളത്തിൽ വാതിൽപ്പടി മുഖേന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ച വർഷം 2017. കേരളത്തിൽ വാതിൽപ്പടി മുഖേന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ച വർഷം 2017. വിവിധ സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ ഭക്ഷ്യധാന്യങ്ങൾ താങ്ങുവില നൽകി കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വിവിധ സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ ഭക്ഷ്യധാന്യങ്ങൾ താങ്ങുവില നൽകി കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തത് നമുക്ക് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന മണ്ഡപത്തും വാതിലിനു തുല്യമായ ഇപ്പോഴത്തെ ഭരണഘടകമാണ് താലൂക്ക്. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന മണ്ഡപത്തും വാതിലിനു തുല്യമായ ഇപ്പോഴത്തെ ഭരണഘടകമാണ് താലൂക്ക്. കൊച്ചി രാജ്യത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് കോവിലകത്തും വാതിലുകൾ. കൊച്ചി രാജ്യത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് കോവിലകത്തും വാതിലുകൾ. ജില്ലകൾ തിരുവിതാംകൂറിൽ 1949 മുമ്പ് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? റവന്യൂ ഡിവിഷൻ. ജില്ലകൾ തിരുവിതാംകൂറിൽ 1949 മുമ്പ് റവന്യൂ ഡിവിഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഡിവിഷൻ പേഷ്കാർക്ക് തുല്യമായ ഇപ്പോഴത്തെ പദവിയാണ് ജില്ലാ കളക്ടർ. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഡിവിഷൻ പേഷ്കാർക്ക് തുല്യമായ ഇപ്പോഴത്തെ പദവിയാണ് ജില്ലാ കളക്ടർ. ഭൂമി സംബന്ധമായ യൂണിക് തണ്ടപ്പർ നമ്പറിനെ ആധാറുമായി ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഭൂമി സംബന്ധമായ യൂണിക് തണ്ടപ്പർ നമ്പറിനെ ആധാറുമായി ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. RDO എന്നതിന്റെ പൂർണ്ണരൂപം റവന്യൂ ഡിവിഷണൽ ഓഫീസർ. RDO എന്നതിന്റെ പൂർണ്ണരൂപം റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ഏത് വർഷമാണ് ഡിവിഷൻ പേഷ്കാരുടെ തസ്തിക ജില്ലാ കളക്ടർ എന്ന് പുനർനാമകരണം ചെയ്തത്? 1949. 1949 ഡിവിഷൻ പേഷ്കാരുടെ തസ്തിക ജില്ലാ കളക്ടർ എന്ന് പുനർനാമകരണം ചെയ്തത്. ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായി അറിയപ്പെടുന്നത് ആര്? ജില്ലാ കളക്ടർ. ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായി അറിയപ്പെടുന്നത് ജില്ലാ കളക്ടർ. റവന്യൂ ഗൈഡ് പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. റവന്യൂ ഗൈഡ് പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ലാൻഡ് റവന്യൂ വകുപ്പിന്റെ തലവനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ. ലാൻഡ് റവന്യൂ വകുപ്പിന്റെ തലവനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. താലൂക്കിന്റെ ഭരണതലവൻ തഹസിൽദാർ. താലൂക്കിന്റെ ഭരണതലവൻ തഹസിൽദാർ. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. ഒരു റവന്യൂ ഡിവിഷൻ മാത്രമുള്ള ഏക ജില്ല വയനാട്. ഒരു റവന്യൂ ഡിവിഷൻ മാത്രമുള്ള ഏക ജില്ല വയനാട്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിങ്കര. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ വകുപ്പ് നെയ്യാറ്റിങ്കര. അടുത്തത് നമുക്ക് സാമൂഹിക നീതി വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കുള്ള വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതിയാണ് വർണ്ണം. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കുള്ള വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതിയാണ് വർണ്ണം. മഴവില്ല് പദ്ധതി ഏത് വിഭാഗത്തിലുള്ള വ്യക്തികളുടെ ഉന്നമനമാണ് ലക്ഷ്യമിടുന്നത്? ട്രാൻസ്ജെൻഡർ. മഴവില്ല് പദ്ധതി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ ഉന്നമനമാണ് ലക്ഷ്യമിടുന്നത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണ് യജ്ഞം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന
ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണ് യജ്ഞം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ച വർഷം 1975. കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ച വർഷം 1975. കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് സാമൂഹിക നീതി വകുപ്പ്. കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് സാമൂഹിക നീതി വകുപ്പ്. അടുത്തത് നമുക്ക് ലോക കേരള സഭയെ കുറിച്ച് നോക്കാം. ലോക കേരള സഭയുടെ അംഗബലം 351. ലോക കേരള സഭയുടെ അംഗബലം 351. ലോക കേരള സഭയിൽ അംഗങ്ങളായിട്ടുള്ള ആകെ നിയമസഭാ അംഗങ്ങളുടെയും പാർലമെന്റ് അംഗങ്ങളുടെയും എണ്ണം 169. ലോക കേരള സഭയിൽ അംഗങ്ങളായിട്ടുള്ള ആകെ നിയമസഭാ അംഗങ്ങളുടെയും പാർലമെന്റ് അംഗങ്ങളുടെയും എണ്ണം 169. 169ൽ 140 നിയമസഭാ അംഗങ്ങൾ, 20 ലോക്സഭാ അംഗങ്ങൾ, 9 രാജ്യസഭാ അംഗങ്ങൾ. ലോക കേരള സഭയിൽ അംഗങ്ങളായിട്ടുള്ള ആകെ നിയമസഭാ അംഗങ്ങളുടെയും പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം 169. ഈ 169ൽ 140 പേർ നിയമസഭാ അംഗങ്ങൾ, 20 ലോക്സഭാ അംഗങ്ങൾ, 9 രാജ്യസഭാ അംഗങ്ങൾ. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം തിരുവനന്തപുരം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം തിരുവനന്തപുരം. ലോക കേരള സഭയുടെ ഉപനേതാവാരാണ് പ്രതിപക്ഷ നേതാവ്. ലോക കേരള സഭയുടെ ഉപനേതാവ് പ്രതിപക്ഷ നേതാവ്. ലോക കേരള സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കർ. ലോക കേരള സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ആര്? സ്പീക്കർ. ആദ്യ ലോക കേരള സഭയുടെ ആപ്തവാക്യം ഒന്നിക്കാം, സംവദിക്കാം, മുന്നേറാം. ആദ്യ ലോക കേരള സഭയുടെ ആപ്തവാക്യം ഒന്നിക്കാം, സംവദിക്കാം, മുന്നേറാം. അടുത്തത് നമുക്ക് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരള ടൂറിസത്തിന്റെ പിതാവ് ആരാണ്? ഗോദവർമ്മ രാജ. കേരള ടൂറിസത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായി കോവളത്തെ ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഗോദവർമ്മ രാജ. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായി കോവളത്തെ ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഗോദവർമ്മ രാജ. കേരളത്തിൽ വിനോദസഞ്ചാര വികസനത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസിയാണ് KTDC, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരളത്തിൽ വിനോദസഞ്ചാര വികസനത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസിയാണ് KTDC, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടാഗ് ലൈൻ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടാഗ് ലൈൻ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വരെയുള്ള വിവിധ ഹെറിറ്റേജ് ടൂറിസം സ്പോട്ടുകളെ കോർത്തിണക്കി വിനോദസഞ്ചാര വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ്, അതായത് ആവിഷ്കരിച്ച പദ്ധതിയാണ് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം. പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വരെയുള്ള വിവിധ ഹെറിറ്റേജ് ടൂറിസം സ്പോട്ടുകളെ കോർത്തിണക്കി വിനോദസഞ്ചാര വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം. ഏത് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നിശാഗന്ധി നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത്? വിനോദസഞ്ചാരം. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നിശാഗന്ധി നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി അവാർഡ് ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി അവാർഡ് ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായ്.
വിനോദസഞ്ചാരികൾക്കായി കേരള വിനോദസഞ്ചാര വകുപ്പ് 2021 ഒക്ടോബറിൽ ആരംഭിച്ച പദ്ധതിയാണ് കാരവൻ ടൂറിസം. വിനോദസഞ്ചാരികൾക്കായി കേരള വിനോദസഞ്ചാര വകുപ്പ് 2021 ഒക്ടോബറിൽ ആരംഭിച്ച പദ്ധതിയാണ് കാരവൻ ടൂറിസം. വിനോദസഞ്ചാര ലക്ഷ്യസ്ഥാന നൈപുണ്യ വികസന പദ്ധതിയിൽ രാജ്യത്തെ 44 പ്രദേശങ്ങൾക്കൊപ്പം കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തപ്പെട്ട കേന്ദ്രങ്ങളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ബേക്കൽ കോട്ട. വിനോദസഞ്ചാര ലക്ഷ്യസ്ഥാന നൈപുണ്യ വികസന പദ്ധതിയിൽ രാജ്യത്തെ 44 പ്രദേശങ്ങൾക്കൊപ്പം കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തപ്പെട്ട കേന്ദ്രങ്ങളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ബേക്കൽ കോട്ട. കൃഷിയെ വിനോദസഞ്ചാര മേഖലയുമായി കൂട്ടിയിണക്കി കൃഷിക്കാർക്ക് വരുമാനം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അഗ്രി ടൂറിസം. കൃഷിയെ വിനോദസഞ്ചാര മേഖലയുമായി കൂട്ടിയിണക്കി കൃഷിക്കാർക്ക് വരുമാനം ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അഗ്രി ടൂറിസം. സാഹസിക വിനോദസഞ്ചാര മേഖലയിൽ സുരക്ഷിതത്വവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. സാഹസിക വിനോദസഞ്ചാര മേഖലയിൽ സുരക്ഷിതത്വവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്തത് നമുക്ക് ഗതാഗതം എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നിലവിൽ വന്ന വർഷം 1938. തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നിലവിൽ വന്ന വർഷം 1938. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്? ചിത്തിര തിരുനാൾ. ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. തിരുവിതാംകൂർ ഗതാഗത വകുപ്പിന്റെ ആദ്യത്തെ സൂപ്രണ്ട് E.G. സാൾട്ടർ. തിരുവിതാംകൂർ ഗതാഗത വകുപ്പിന്റെ ആദ്യത്തെ സൂപ്രണ്ട് E.G. സാൾട്ടർ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ മേധാവി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ മേധാവി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. KSRTC കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965 ഏപ്രിൽ 1. KSRTC കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965 ഏപ്രിൽ 1. KSRTCയുടെ ആസ്ഥാനം തിരുവനന്തപുരം. KSRTCയുടെ ആസ്ഥാനം തിരുവനന്തപുരം. KURTC കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം 2015. KURTC കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം 2015. KURTCയുടെ ആസ്ഥാനം തേവര, എറണാകുളം ജില്ലയിലെ തേവര. KURTCയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ തേവര. KURTCയുടെ പൂർണ്ണരൂപം കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. CNG ഇലക്ട്രിക് വോൾവോ സ്കാനിയ ബസ് സർവീസുകൾക്കായി KSRTCയുടെ കീഴിൽ 2021 നവംബർ 9 രൂപവൽക്കരിച്ച ഉപകോർപ്പറേഷനാണ് K-Swift. CNG ഇലക്ട്രിക് വോൾവോ സ്കാനിയ ബസ് സർവീസുകൾക്കായി KSRTCയുടെ കീഴിൽ 2021 നവംബർ 9 രൂപവൽക്കരിച്ച ഉപകോർപ്പറേഷനാണ് K-Swift. K-Swiftന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് ആനേറ. K-Swiftന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് ആനേറ. കേരളത്തിൽ ആദ്യമായി KSRTC ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ച നഗരം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി KSRTC ഓപ്പൺ റൂഫ് ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ച നഗരം തിരുവനന്തപുരം. KSRTCയുടെ മുഖ്യ വർക്ക്ഷോപ്പ് എവിടെയാണ്? തിരുവനന്തപുരത്ത് പാപ്പനംകോട്. KSRTCയുടെ മുഖ്യ വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്ത് പാപ്പനംകോട്. അടുത്തത് നമുക്ക് വനിതാ ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അംഗനവാടി ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? വനിതാ ശിശു വികസന വകുപ്പ്. അംഗനവാടി വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1091. കേരളത്തിലെ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1091 1091. കേരളത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിന് 2017 രൂപവൽക്കരിച്ച വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ്.
കേരളത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിന് 2017 രൂപവൽക്കരിച്ച വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ്. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം 2013. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം 2013. എല്ലാ ജില്ലകളിലും സ്ത്രീധന നിരോധന ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഉത്തരവിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. എല്ലാ ജില്ലകളിലും സ്ത്രീധന നിരോധന ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഉത്തരവിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിനുമുള്ള നോഡൽ ഏജൻസിയാണ് വനിതാ ശിശു വികസന വകുപ്പ്. സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിനുമുള്ള നോഡൽ ഏജൻസിയാണ് വനിതാ ശിശു വികസന വകുപ്പ്. അടുത്തത് നമുക്ക് കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം. എക്സൈസ് വകുപ്പിന്റെ തലവൻ എക്സൈസ് കമ്മീഷണർ. എക്സൈസ് വകുപ്പിന്റെ തലവൻ എക്സൈസ് കമ്മീഷണർ. ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടിയാണ് സത്യമേവ ജയന്തേ. ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടിയാണ് സത്യമേവ ജയതേ. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. തൊഴിൽ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം തൊഴിൽ ഭവൻ. തൊഴിൽ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം തൊഴിൽ ഭവൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസ് എവിടെയാണ്? തിരുവനന്തപുരത്തെ പുലിയനാർ കോട്ടയിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസ് തിരുവനന്തപുരത്തെ പുലിയനാർ കോട്ടയിലാണ്. അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി 1968 രൂപവൽക്കരിച്ച സ്ഥാപനമാണ് ഹാൻഡ്വീവ്. അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി 1968 രൂപവൽക്കരിച്ച സ്ഥാപനമാണ് ഹാൻഡ്വീവ്. അളവ്, തൂക്കം എന്നിവയിലെ നിലവാരം ഉറപ്പുവരുത്താനുള്ള സംസ്ഥാന സർക്കാരിലെ വകുപ്പേത്? ലീഗൽ മെട്രോളജി വകുപ്പ്. അളവ്, തൂക്കം എന്നിവയിലെ നിലവാരം ഉറപ്പുവരുത്താനുള്ള സംസ്ഥാന സർക്കാരിലെ വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. സിവിൽ വിവാഹം എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? സബ് രജിസ്ട്രാർ ഓഫീസിൽ. സിവിൽ വിവാഹം എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? സബ് രജിസ്ട്രാർ ഓഫീസിൽ. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നതെന്നാണ്? 2006 മെയ് 18. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് 2006 മെയ് 18. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിലെ വകുപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിലെ വകുപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ചെയർമാൻ മുഖ്യമന്ത്രി. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ചെയർമാൻ മുഖ്യമന്ത്രി. മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ഹരിത കേരള മിഷന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഹരിത കേരള മിഷന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. കേരള സർക്കാരിന്റെ പ്രവാസികാര്യ വകുപ്പായ നോർക്കയുടെ നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സ് ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. മുൻകാല പ്രാബല്യത്തോടെ കേരള ലോകയുക്ത നിയമം നിലവിൽ വന്ന വർഷം 1998. മുൻകാല പ്രാബല്യത്തോടെ കേരള ലോകയുക്ത നിയമം നിലവിൽ വന്ന വർഷം 1998. ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനമാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനമാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. ഏത് സർക്കാർ പദ്ധതിയുടെ ആപ്തവാക്യമാണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക് ഹരിത കേരളം? ഹരിത കേരളം എന്ന സർക്കാർ പദ്ധതിയുടെ ആപ്തവാക്യമാണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നിലവിൽ വന്ന വർഷം 1972. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നിലവിൽ വന്ന വർഷം 1972.
സംസ്ഥാനത്ത് കേന്ദ്ര നിയമങ്ങളുടെ മലയാളം പതിപ്പ് ആധികാരികമായി പ്രസിദ്ധീകരിക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. നിയമനിർമ്മാണം. സംസ്ഥാനത്ത് കേന്ദ്ര നിയമങ്ങളുടെ മലയാളം പതിപ്പ് ആധികാരികമായി പ്രസിദ്ധീകരിക്കാൻ അധികാരമുള്ള സ്ഥാപനമാണ് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. നിയമനിർമ്മാണം. സംസ്ഥാനത്തെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാനത്തെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ പ്രസിഡന്റ് മുഖ്യമന്ത്രി. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ പ്രസിഡന്റ് മുഖ്യമന്ത്രി. കേരളത്തിൽ GST സ്റ്റേറ്റ് കോഡ് 32. കേരളത്തിൽ GST സ്റ്റേറ്റ് കോഡ് 32. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗക്കാരെ കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നതിനുള്ള സ്ഥാപനമാണ് കീർത്താഡ്സ്. ആസ്ഥാനം കോഴിക്കോട്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗക്കാരെ കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നതിനുള്ള സ്ഥാപനമാണ് കീർത്താഡ്സ്. ആസ്ഥാനം കോഴിക്കോട്. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം 1999. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം 1999. ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് മിത്രനികേതൻ. ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് മിത്രനികേതൻ. മിത്രനികേതൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പുതിയ ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.